അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത്. അല്ലാഹു നമുക്ക് സമ്പത്ത് നൽകാൻ, സമ്പത്ത് കൊണ്ട് നമ്മെ മൂടാൻ, നമ്മെ പൊതിയാൻ, ഒരിക്കലും കടക്കാരനായി മരിക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ, ദാരിദ്ര്യത്തിന്റെ കയ്പുനീര് അനുഭവിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നമ്മിലേക്ക് ഇറങ്ങാൻ, അവന്റെ ഖജനാവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് തുറക്കപ്പെടാൻ, അല്ലാഹുവിന്റെ സമ്പത്ത് നമ്മുടെ ഭവനത്തിലേക്ക് ഒഴുകാൻ 5 മാർഗങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. വഇൻ തഅഉദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുകയില്ല. അത്രത്തോളം അനുഗ്രഹങ്ങളുണ്ട്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത്. സമ്പത്ത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് സമ്പത്ത് അല്ലാഹു നൽകും, ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് നൽകില്ല. അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരിൽ പോലും ആ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ പ്രവാചകനായിരിക്കെ രാജാധികാരവും ഒരുപാട് സമ്പത്തും ഒരുപാട് അനുഗ്രഹങ്ങളും അല്ലാഹു നൽകി. ആകാശത്തുകൂടി പറന്നു പോകുന്ന ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ നോക്കിയിട്ട് താഴ്ഭാഗത്ത് കൃഷി ചെയ്യുന്ന കർഷകർ പറയുമായിരുന്നു, ദാവൂദിന്റെ പുത്രൻ അല്ലാഹു നൽകിയ അനുഗ്രഹമേ എന്നോർത്തുകൊണ്ട് അവർ അത്ഭുതപ്പെടുമായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ നേരെ മറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പത്ത് അല്ലാഹു നൽകിയിട്ടില്ല, സമ്പത്ത് അവിടുന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടില്ല. അല്ലാഹു മഹീനി മിസ്കീന വാമിത്തിനി മിസ്കീന, എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്ത ഒരു പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ എന്നുള്ളത്. അപ്പോൾ സമ്പത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് നൽകുന്നു, ചില ആളുകൾക്ക് നൽകില്ല. എന്തായാലും ദുനിയാവ് സന്തോഷകരമാകണമെങ്കിൽ, അല്ലെങ്കിൽ ദുനിയാവിൽ അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദുനിയാവിൽ സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമ്പത്ത് ആവശ്യം തന്നെയാണ്. സമ്പത്തുള്ള ആളുകൾക്ക് പരിഗണന കിട്ടുന്നത് നാം കാണാറുണ്ട്, സമ്പത്തുള്ള ആളുകൾക്ക് ബഹുമാനം കിട്ടുന്നത് നാം കാണാറുണ്ട്. പ്രത്യക്ഷത്തിലെങ്കിലും സമ്പത്തിന്റെ മുകളിൽ പരുന്ത് പോലും പറക്കില്ല എന്നാണ്. മാത്രമല്ല, 2 വിഷയങ്ങളിൽ നമുക്ക് അസൂയപ്പെടാം. അതിൽ ഒന്ന്, ഒരു സമ്പന്നനായ മനുഷ്യൻ, ആ സമ്പന്നനായ മനുഷ്യൻ ഒരുപാട് സമ്പത്ത് ഇങ്ങനെ സ്വതക്ക ചെയ്യാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആയിരങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു. അള്ളാഹു എനിക്കും അങ്ങനെ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും കൊടുക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അസൂയപ്പെടാമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ സമ്പത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയാണ്, ഈ അനുഗ്രഹമൊക്കെ ഉണ്ടല്ലോ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നശിച്ചു പോകും. وَاضْرِبْ لَهُمْ مَثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ أَنزَلْنَاهُ مِنَ السَّمَاءِ فَاخْتَلَطَ بِهِ نَبَاتُ الْأَرْضِ فَأَصْبَحَ هَشِيمًا تَذْرُوهُ الرِّيَاحُ وَكَانَ اللَّهُ عَلَى كُلِّ شَيْءٍ مُقْتَدِرًا. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണ്. അല്ലാഹ് പറയാണ്, അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു. ആ മഴ മൂലം ഒരുപാട് ധാന്യങ്ങൾ ഉണ്ടായി, ധാന്യങ്ങൾ മുളച്ച് ഒരുപാട് സസ്യങ്ങളുണ്ടായി. ആ സസ്യങ്ങളിൽ ഒരുപാട് ഫലങ്ങളുണ്ടായി. ആ ഫലങ്ങൾ ഒരു ചുടുകാറ്റടിച്ച് ഒരൊറ്റ നിമിഷം നശിച്ചു പോകുന്നത് പോലെ ചെടി മുളച്ച് അങ്ങനെ ഫലമുണ്ടായതിനു ശേഷം ഒരു കാറ്റടിച്ച് അതെല്ലാം ഉണങ്ങിപ്പോകുന്നത് പോലെ ഈ സമ്പത്തൊക്കെ നശിച്ചു പോകും, ഒരൊറ്റ സെക്കൻഡ് മതിയെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പം സമ്പത്തിൻ്റെ ചില ഗുണങ്ങളും ചില ദോഷങ്ങളും അതിൻ്റെ 2 വശം നമ്മൾ സംസാരിച്ചു എന്ന് മാത്രം. ഒരുപാട് ആളുകൾ പല സമയങ്ങളിലും മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചും നേരിട്ടുമൊക്കെ ചോദിക്കുന്ന വിഷയമാണ്, സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാൻ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ?
എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പേഴ്സിലോ പണം സൂക്ഷിക്കുന്നിടത്തോ എന്തെങ്കിലും വെക്കാനുണ്ടോ? എന്തെങ്കിലും ദിക്ർ പറഞ്ഞു തരുമോ? എന്തെങ്കിലും ആത്മീയ പരിഹാര മാർഗം നിർദ്ദേശിക്കുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരുണ്ട്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാൻ ഇൻഷാ അല്ലാഹ് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട 5 വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ 5 വിഷയങ്ങൾ ഈ പുണ്യമാസത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികം ഇരട്ടി മധുരമാണ്, ഇരട്ടി നേട്ടമാണ്, ഇരട്ടി ഫലമാണ്. ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ വിഷയം എന്നുള്ളത് നാം സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ്. സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ സമ്പത്ത് നഷ്ടമാവുകയല്ലേ ചെയ്യുക? ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവൻ്റെ ഉദാഹരണം എന്താണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യം ഇറക്കുന്നവനെ പോലെയാണ്. 1 രൂപ ഇറക്കിയാൽ ഒരു ധാന്യം ഇറക്കിയവനെ പോലെ. എങ്ങനെയുള്ള ധാന്യമാണ്? അംബതത് സബ്അ സനാബില, 7 കതിരുകളെ ആ ധാന്യം മുളപ്പിക്കും. മാത്രമല്ല ഫീ കുല്ലി സുംബുലത്തി മിഅത ഹബ്ബ, ആ 7 കതിരുകളിലും 100 ധാന്യങ്ങൾ ഉണ്ടാകും. അപ്പൊ 700 ധാന്യങ്ങളായി. അങ്ങനെയുള്ള 700 ധാന്യങ്ങളാണ്. ഒരു ധാന്യം ഇറക്കിയാൽ അള്ളാഹുവിന് കൊടുക്കുക. 1 രൂപ ഇറക്കിയാൽ 700 രൂപ തിരിച്ചു വരും. 10 രൂപ ഇറക്കിയാൽ 7000 തിരിച്ചു വരും. 100 രൂപ ഇറക്കിയാൽ 70,000 അള്ളാഹ് തിരിച്ചു വരും. അപ്പൊ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഫക്കീറന്മാർക്ക്, മിസ്കീന്മാർക്ക്, രോഗികൾക്ക്, നിർധരർക്ക്, പാവപ്പെട്ടവർക്ക്, ദുർബലർക്ക് നാം സ്വതക്ക ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ഇരട്ടിപ്പിച്ചു തരും. സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധിയും ഉണ്ടാകാനുള്ള ഒന്നാമത്തെ മാർഗം അതാണ്. നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് നമ്മൾ കൊടുത്താൽ മതി. ലക്ഷങ്ങൾ സമ്പത്തുള്ള ആളുകൾ ലക്ഷങ്ങൾ കൊടുക്കണം. 1000 സമ്പാദ്യമുള്ളവർ 1000 കൊടുത്താൽ മതി. നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് സമ്പത്ത് ഇരട്ടിയാകാൻ, സമ്പത്ത് വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ മാർഗം എന്നുള്ളത്. രണ്ടാമത്തെ മാർഗം എന്താണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാം കുടുംബബന്ധം ചേർക്കുക. പരിശുദ്ധമായ റമദാനൊക്കെയല്ലേ, പരിശുദ്ധമായ റമദാനിൽ നമ്മൾ കുടുംബബന്ധം ചേർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാര്, നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദര സഹോദരിമാര്, കുടുംബങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കുന്ന കൂട്ടുകുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പെരുന്നാൾ പാരിതോഷികങ്ങളും അതുപോലെ റമദാൻ ഗിഫ്റ്റുകളും ഒക്കെ നമ്മൾ നൽകുമ്പോൾ, അവരെ സന്തോഷിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അയ്യബ്സുത ലഹു ഫീ റിസ്ഖിഹി മൻ ഹബ്ബ അയ്യബ്സുത ലഹു ഫീ റിസ്ഖിഹി ഫൽയസിൽ റഹിമഹു. ആരെങ്കിലും റിസ്ക് വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? റിസ്ക് എന്ന് പറഞ്ഞാൽ സമ്പത്ത് തന്നെയാണ്. ഭക്ഷണമാണ്, വസ്ത്രമാണ്, പാർപ്പിടമാണ്, വാഹനമാണ്, എല്ലാം റിസ്ക്കാണ്. അതിലൊക്കെ അള്ളാഹു വിശാലതയും പുരോഗതിയും വളർച്ചയും ഉയർച്ചയും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകും. കുടുംബബന്ധം ചേർത്താൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ മാർഗം അതാണ്. മൂന്നാമത്തെ വിഷയം എന്നുള്ളത് പല ആളുകളും ചോദിക്കുന്നൊരു വിഷയമാണ്. പേഴ്സിൽ വെക്കാൻ, അല്ലെങ്കിൽ അലമാരയിൽ വെക്കാൻ, അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്നിടത്ത് വെക്കാൻ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഫത്താഹ് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ അമൽ ചെയ്തുകൊണ്ട് നമ്മൾ പേഴ്സിലോ പണം സൂക്ഷിക്കുന്നിടത്തോ അലമാരയിലോ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധി നമുക്കുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകളെ പഠനം നടത്തുകയും ആ അത്ഭുതകരമായ ഇസ്മുകളുടെ മഹത്വം വിശദീകരിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഉലമാക്കൾ, മുൻഗാമികൾ വിശദീകരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതെല്ലാം സബബുകളാണ്. സബബുകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആത്മീയമായ സബബുണ്ട്, ഭൗതികമായ സബബുണ്ട്. 2 സബബും നമ്മൾ ചെയ്യണം. 2 സബബും ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടാകും. ഭൗതികപരമായ സബബ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക, വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക, പണിക്ക് പോവുക എന്നുള്ളതൊക്കെയാണെങ്കിൽ ആത്മീയമായ സബബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് ദുആ ചെയ്യുക, ദുആഇൻ്റെ കീഴിൽ വരുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. 4ാമത്തെ മാർഗം എന്നുള്ളത് ഇസ്തിഗ്ഫാറാണ്. അള്ളാഹുവിന് വേണ്ടി നാം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, കണക്കല്ലാത്ത സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വീര്യം കൂടിയ ഒരു ഇസ്തിഗ്ഫാർ നമ്മൾ പഠിക്കുകയാണ്. ഇത് മഗ്ഫിറത്തിൻ്റെ 10ആണല്ലോ. മഗ്ഫിറത്തിൻ്റെ 10 അവസാനിക്കാൻ 3-4 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പരിചയപ്പെടുകയാണ്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതാണ്, ഒരിക്കൽ കൂടി പറയുകയാണ്. ഏറ്റവും വീര്യം കൂടിയ ഇസ്തിഗ്ഫാറാണ്
സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഇസ്തിഗ്ഫാറിന്റെ വീര്യത്തിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണന തരുമെന്ന വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ നാം ഏറ്റെടുക്കുക, നമ്മൾ ചൊല്ലുക. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ ഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്നുള്ളതാണ്. അല്ലാഹു സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അഞ്ചാമതായി സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി നമ്മളൊരു പ്രാർത്ഥനയാണ് പഠിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥന കഴിയുമെങ്കിൽ 5 നേര നിസ്കാരത്തിൻ്റെ ശേഷവും നമ്മൾ കൊണ്ടുവരിക. ഏറ്റവും ചുരുങ്ങിയത് സുബഹിക്കും മഗ്രിബിക്കെങ്കിലും കൊണ്ടുവരിക, ഏറ്റവും ചുരുങ്ങിയത് മഗ്രിബിക്കെങ്കിലും നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഒരു ദിവസത്തിൻ്റെ അവസാന നിമിഷമാണ്, ഒരു പകലിൻ്റെ അവസാന നിമിഷമാണ് മഗ്രിബി എന്നുള്ളത്. മഗ്രിബിയുടെ സമയത്ത് നാം റിസ്കിന് വേണ്ടിയൊക്കെ ചോദിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള വിഷയമാണ്. അല്ലാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വഅതിക മഅസിയതിക വബിഫളലിക അമ്മൻ സിവാക് എന്നുള്ള ദുആ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും നമുക്ക് അല്ലാഹു നൽകാൻ ഒരുപാട് നൽകിയിട്ടില്ലെങ്കിലും അള്ളാഹു നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ള സമയത്തെങ്കിലും നൽകാൻ ഈ 5 വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. റിസൾട്ട് കിട്ടും, യാതൊരു സംശയവുമില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.